തിരുവനന്തപുരത്ത് 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ശിക്ഷാവിധി. 20 വയസ്സുകാരനെ 63 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. കേസിനാസ്പദമായ സംഭവം നടന്ന് 3 വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. നവംബറിലാണ് സംഭവം. അന്ന് പ്രതിക്ക് പ്രായം 18. 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന 14-കാരിയുമായി 18-കാരൻ പ്രണയത്തിലായി. പിന്നാലെ സംസാരിക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ പ്രതി പെൺകുട്ടിയെ സമീപത്തെ പൊളിഞ്ഞ ഷെഡിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പീഡനവിവരം പെൺകുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നാലെ പെൺകുട്ടി ഗർഭിണിയായി. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് പീഡനവിവരം പുറത്തറിയുന്നത്. ആശുപത്രി അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചതിന് പിന്നാലെ കേസെടുക്കുകയായിരുന്നു. കുട്ടിയുടെ വയസ്സ് പരിഗണിച്ച് SAT ആശുപത്രിയിലെത്തിച്ച് ഗർഭഛിദ്രം നടത്തി. പുറത്തെടുത്ത ഭ്രൂണവും പ്രതിയുടെയും പെൺകുട്ടിയുടെയും രക്തസാമ്പിളുകളും DNA-യും പരിശോധനയ്ക്കയച്ചു. പരിശോധനാ ഫലത്തിൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് 18-കാരൻ തന്നെയെന്ന് തെളിഞ്ഞതിന് പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഒരു 14-കാരിയെ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഗർഭിണിയാക്കിയ ഒരു കേസാണ് ഇന്ന് വിധി വന്നത്. പയ്യനുമായിട്ടൊരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അത് വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ കുട്ടിയെ ഈ പ്രതിയായ ഈ പയ്യൻ വന്ന് ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ തൊട്ടപ്പുറത്തുള്ള ആ ഒഴിഞ്ഞ ഒരു മുറിക്കകത്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. പീഡിപ്പിച്ചതിന് ശേഷം ഈ പീഡനത്തെ തുടർന്ന് ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി ഗർഭിണിയായി. ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഈ പ്രതിക്ക് 63 വർഷം കഠിന തടവും 55,000 രൂപ പിഴയ്ക്കും വേണ്ടി കോടതി വിധിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ജാമ്യത്തിലിറങ്ങിയ പ്രതി പെൺകുട്ടിയെ ഒഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും പ്രതി വിചാരണ നേരിടുകയാണ്. ഫോർട്ട് CI രാകേഷാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ ഹാജരായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.